കൺട്രി 91 വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 15 ശനിയാഴ്ച. പ്രധാന വാർത്തകൾ ഇതാ. രാജസ്ഥാൻ തെലങ്കാന ഉപതിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നേറുന്നു. 11 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രമോദ് ജെയിൻ 7000-ലധികം വോട്ടുകൾക്ക് ശക്തമായ ലീഡ് നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ രണ്ടാമതും ബിജെപി മൂന്നാമതുമാണ്. തെലങ്കാനയിലെ ജൂബിലി ഹിൽസ് ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നിലാണ്. 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നവീൻ യാദവ് 2995 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിച്ചു. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക 159 റൺസിന് ഓൾ ഔട്ടായി. ദക്ഷിണാഫ്രിക്കെതിരെ ഹോം ഗ്രൗണ്ടിൽ കളിച്ച 19 ടെസ്റ്റുകളിൽ 11 ഇന്ത്യ വിജയിച്ചു. ഡൽഹി സ്ഫോടനം, മുഖ്യപ്രതിയുടെ വീട് ഇടിച്ചു നിരത്തി. ദില്ലി സ്ഫോടന കേസിലെ പ്രധാന പ്രതിയുടെ വീട് സുരക്ഷാ ഏജൻസികൾ തകർത്തു. ഇടമലക്കുടിയിൽ അമ്മയും കുഞ്ഞും രക്ഷാപ്രവർത്തനം. ആരോഗ്യവകുപ്പിന്റെ സമയോചിതമായ ഇടപെടൽ 2 ജീവൻ രക്ഷിച്ചു. ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ ആരോഗ്യ പ്രവർത്തകർ വേഗത്തിലും ഏകോപിപ്പിച്ചുമുള്ള ഇടപെടലിലൂടെ 8 മാസം ഗർഭിണിയായ യുവതിയെയും കുഞ്ഞിനെയും രക്ഷിച്ചു. അവരുടെ വീട്ടിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയും കുഞ്ഞും ഇപ്പോൾ സുരക്ഷിതരാണ്. പുലർച്ചെ 2 മണിയോടെ വിവരം ലഭിച്ചതിനെ തുടർന്ന് മെഡിക്കൽ സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യമന്ത്രി ആരോഗ്യ പ്രവർത്തകരെ മികച്ച സേവനത്തിന് അഭിനന്ദിച്ചു.